ഏറ്റവും എളുപ്പത്തിൽ അളവ് ചുരിദാർ ഉപയോഗിച്ച് എങ്ങനെ അളവുകൾ മാർക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഫുൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടി ടാപ്പ് ഇതുപോലെ നമ്മൾ ഷോൾഡർ മുതൽ എത്രയാണോ ഇറക്കം വേണ്ടത് അത്രയും വരെ നമ്മൾ ടാപ്പ് കൊണ്ട് അളന്നെഴുതാം. ഫുൾ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 42.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 44 ഇഞ്ച് ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തു. ഇനി അടുത്തത് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ അളവെടുക്കുന്ന ചുരിദാർ നമ്മൾ ടേബിളിൻ്റെ ഈ അരികെ വശത്തൊക്കെയായിട്ട് നീക്കി വെക്കുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ വേണം നീക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സ്ലീവ് വെച്ച ഭാഗമില്ലേ, ആ ഭാഗത്ത് നിന്ന് ടേബിളിൻ്റെ ഈ ഒരു അറ്റം വരെയുള്ള അളവ് നോക്കുക. നമ്മൾ ആ ടേബിളിൻ്റെ അറ്റത്തേക്ക് വെക്കാൻ കാരണം ഇങ്ങനെ വെക്കുമ്പോൾ തുണി നീങ്ങി പോവില്ല. നമുക്ക് കറക്റ്റായിട്ട് ആ ടേബിളിൻ്റെ അറ്റത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഷോൾഡറായിട്ട് എടുത്തിട്ടുള്ളത് 6ആണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അടുത്തത് നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നെക്ക് വിഡ്ത്ത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ മുതൽ ടേബിളിൻ്റെ അറ്റം ഉണ്ടല്ലോ അതുവരെ എത്ര ഇഞ്ച് കിട്ടും എന്നുള്ളത് നോക്കുക. ഞാൻ നെക്ക് വിഡ്ത്ത് 3ആണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പൊന്നും നമ്മൾ ആഡ് ചെയ്ത് ചേർക്കുന്നില്ല. അടുത്ത് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ അണ്ടർ ആംസ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്കെയിലിൻ്റെ ഭാഗം മുതൽ നമ്മുടെ ഷോൾഡർ വരെ എത്ര ഇഞ്ച് കിട്ടുന്നോ അതാണ് നമ്മുടെ ആം ഹോളായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ആ സ്കെയിൽ മുതൽ ഷോൾഡർ വരെ എനിക്ക് കിട്ടിയ അളവ് 7ആണ്. ആം ഹോളിൻ്റെ കൂടെയും നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ചേർക്കുന്നില്ല. അടുത്ത് നമ്മൾ ചെസ്റ്റ് റൗണ്ട് ആണ് മാർക്ക് ചെയ്യുന്നത്. അതിനും ഇതുപോലെ അണ്ടർ ആംസിൻ്റെ അവിടെ നിന്ന് ടാപ്പ് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെയാണ് അളവ് എടുക്കേണ്ടത്. ചെസ്റ്റ് റൗണ്ട് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അടുത്തത് വേസ്റ്റ് ലെങ്ത് ആണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡർ മുതൽ നമ്മുടെ ഷേപ്പ് വരേണ്ട ഭാഗം എവിടെയാണോ അതുവരെ എത്ര ഇഞ്ച് വരുന്നുണ്ടോ അതുവരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 14.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അടുത്തത് വേസ്റ്റ് റൗണ്ട് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ലെങ്ത് എത്രയാണോ എടുത്തത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്കിൽ നിന്ന് നമ്മൾക്ക് വേസ്റ്റ് റൗണ്ട് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതൊന്ന് നോക്കുക. എനിക്ക് വേസ്റ്റ് റൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 10 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഓപ്പൺ ലെങ്ത് ആണ് നോക്കേണ്ടത്. ഓപ്പൺ ലെങ്ത് നമുക്ക് എവിടെയാണോ ഓപ്പൺ വരുന്നത് ആ ഒരു ഭാഗത്തെ ലെങ്ത് ആണ്. ഓപ്പൺ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 19.5 ഇഞ്ച് ഓപ്പൺ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ റൗണ്ട് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പൺ ലെങ്ത് എവിടെയാണോ വന്നത് ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്പൺ റൗണ്ട് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 12 ഇഞ്ച് ഓപ്പൺ റൗണ്ട് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബോട്ടം ആണ്. ബോട്ടം ഞാൻ 22 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 23.5 ഇഞ്ച് ബോട്ടം ആയിട്ട് എടുത്തു. സ്ലീവ് ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 15 ഇഞ്ചാണ്. സ്ലീവ് റൗണ്ട് 5 ഇഞ്ചാണ് വേണ്ടത്.